എന്താടി നീ ഒറ്റയ്ക്ക് വന്നത്? അല്ല പാറു എവിടെ? പാറു എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അവളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അവളോട് ചോദിക്കണം. ഞാൻ അവളുടെ സെക്രട്ടറി ഒന്നുമല്ല. നീ എന്താ സൗന്ദര്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ച് നല്ല ചീത്ത കേട്ടിട്ടുണ്ടാവും. മോഹൻചേട്ടന്റെ തമാശ പറയൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചും കളിച്ച് നടന്നെന്ന് വരില്ല. ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം മോഹനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല. ഏയ്, ഇത് ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് ശരിയാണോ? നിങ്ങൾ വേറെ എങ്ങോട്ടെല്ലാം മാറി സംസാരിക്കേ. സോറി, നീ വാ. എനിക്ക് നിങ്ങളുടെ കൂടെ വരാനൊന്നും പറ്റില്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വരും. ഇവക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. വിട്ടുകളയച്ചി, ഇവള് ചെറിയ കുട്ടികളെ പോലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഇന്ന് ഇവൾക്ക് കുറച്ച് വാശി കൂടുതലാണ്. കുറച്ച് കഴിഞ്ഞ് തണുത്ത് ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നോളും. നിങ്ങൾ വാ. ചേട്ടാ, നീ എന്താ രാവിലെ തന്നെ എന്നോട് വരാൻ പറഞ്ഞത്? എനിക്ക് ചേട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? പാറു എവിടെ? എനിക്കതൊന്നും അറിയില്ല. നീയും പാറുവും ഒരുമിച്ചല്ലേ താമസിക്കുന്നത്? അവക്കൊരു ആശ്വാസമാവുമെന്ന് കരുതിയല്ലേ ഞാൻ ഭൂമിക മേഡത്തിന്റെ കാല് പിടിച്ച് നിനക്ക് അവിടെ റൂം ശരിയാക്കി തന്നത്. ഇപ്പോ അവൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? ഞാൻ വിളിച്ചിട്ട് അവൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴാ നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. പ്രിയചേട്ടന് എന്തൊക്കെ സംഭവിച്ചാലും പാറുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയല്ലേ? ഞാൻ എന്താ പറയാമെന്ന് കേൾക്കാൻ പോലും താല്പര്യമില്ലല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മോളെ. ശരി, നീ എന്താ പറയാമെന്നത് അതാദ്യം പറ. പ്രിയചേട്ടാ, ഇന്നലെ രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ എന്നെയും കൂട്ടാതെ നീ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് കമ്പനിയിലേക്ക് വന്നേ? നമുക്ക് പിന്നെ സംസാരിക്കാം പ്രിയചേട്ടാ. ഏയ് നിക്ക്, നീ എന്താ പറയാൻ വന്നേന്ന് പറ. കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് നീ എന്തിനാ അന്വേഷിക്കുന്നത്? എന്തിനാ പ്രിയൻ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? അറിയാം, പക്ഷേ നിനക്ക് എന്തറിയാന്നാ നീ പറയുന്നത്? ഇന്നലെ എന്റെ വീട്ടിലെത്താറായി 10 മിനിറ്റ് മതിയെന്ന് എന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് നീ വന്നോ? ശരി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ കാണിച്ചൂടെ? നീ വിളിക്കാതിരുന്നിട്ടും ഞാൻ നാണം കെട്ട് നിന്നെ വിളിച്ചു. അപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്തിട്ട് വരാത്തതിന്റെ കാരണം പറഞ്ഞൂടെ? ഇങ്ങനെ എന്നിൽ നിന്ന് മറയ്ക്കാൻ മാത്രം എന്ത് വലിയ പ്രശ്നമാണ് നിനക്കുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് പനി പിടിച്ചതോ എന്റെ കയ്യിൽ ചൂടുവെള്ളം വീണതോ ഒന്നും ഒരു ഘട്ടത്തിനപ്പുറം ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് പോലുമില്ല. വീട്ടിലെത്താറായെന്ന് പറഞ്ഞ നീ എന്തുകൊണ്ടാണ് എത്താത്തത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കാണോ എന്ന ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ക്ഷമ കാണിക്കുന്നുണ്ട് പാറു. പക്ഷേ നീ എന്റെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കുന്നുണ്ട്. നീ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ വരാത്തത്? നീ എന്ത് പ്രശ്നത്തിലാ പെട്ടിരിക്കുന്നത്? എനിക്കിതിനെല്ലാം ഉത്തരം കിട്ടിയേ പറ്റൂ. ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറ പാറു. പ്രിയൻ ചേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ന്യായമുള്ളതാ. പക്ഷെ എന്റെ അടുത്ത് അതിനുള്ള ഉത്തരങ്ങളൊന്നുമില്ല. പ്രിയൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. പാറു, നീ എന്തോ ഒളിക്കുന്നുണ്ട്. എന്നിൽ നിന്നും നീ അത് മറച്ചു വെക്കുന്നത് വലിയ തെറ്റാ. പ്രശ്നം എന്താണെങ്കിലും
മനസ്സ് തുറന്നൊന്ന് പറ. ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. പ്രിയൻ ചേട്ടാ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇപ്പോഴേ ഞാൻ നല്ല തിരക്കില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് സംസാരിക്കാം. ചേട്ടാ, ജോലിയൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, എന്താ കാര്യം എന്ന് പറ. ചേട്ടാ, ഇന്നലെ രാത്രി ഞാൻ രാത്രി പ്രിയൻ ചേട്ടാ, എന്താ? എന്താ പാറു? ഈ ഷർട്ടിലെ കോളർ എങ്ങനെയാ വെക്കേണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് സിമ്പിൾ അല്ലേ? ആ, ഒരു മിനിറ്റ്. സൗന്ദര്യം എനിക്ക് മുമ്പ് വന്നതല്ലേ, അവൾക്കെന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് എനിക്ക് സമയമെടുത്ത് പറഞ്ഞു തന്നാ മതി. ശരി, നീ കാര്യം എന്താന്ന് പറ. വേഗം പറ സൗന്ദര്യ, എല്ലാവർക്കും ജോലി ചെയ്യണ്ടല്ലേ. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം പ്രിയൻ ചേട്ടാ. ഈ ഷർട്ടിന്റെ കൂടെ ഒരു ഡിസൈൻ ചാർട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഓ, ഞാൻ ആ ഷീറ്റ് കണ്ടില്ല. ഞാൻ അത് നോക്കി തയ്ച്ചോളാം. സൗന്ദര്യ, ഏ? വാ. അത് വരാനല്ലേ പറഞ്ഞ? വാ. വാ. എന്നെ വിട്, വിടാൻ. എന്താ നിന്റെ ഉദ്ദേശം?